ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. ബി.ജെ.പി കോർ കമ്മിറ്റി യോഗത്തിൽ താക്കീതുമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പാർട്ടി പിടിക്കാൻ ആരും നടക്കേണ്ട, ഭരണം പിടിക്കാനാണ് പണിയെടുക്കേണ്ടതെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഗ്രൂപ്പ് കളിക്കാൻ ആരും നിൽക്കേണ്ടെന്നും സംസ്ഥാന അധ്യക്ഷൻ ബി.ജെ.പി കോർ കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ന്യൂസ് മലയാളത്തിലൂടെ ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത്. ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുകയായിരുന്നു. ആ കോർ കമ്മിറ്റി യോഗത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പും താക്കീതും രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ ഒരു ഗ്രൂപ്പുകൾക്ക് അതീതനായ നേതാവ്, സംസ്ഥാനത്ത് അതിരൂക്ഷമായ ഗ്രൂപ്പ് വിഭാഗീയത ബി.ജെ.പി ആഭ്യന്തരമായി നിലനിൽക്കുന്നു എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായി വെച്ചിരിക്കുന്നത്. ആദ്യത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ തീരുമാനം അറിയിച്ചിരിക്കുന്നു. ആരും പാർട്ടി പിടിക്കാൻ നടക്കേണ്ട, ഭരണം പിടിക്കാനാണ് പണിയെടുക്കേണ്ടത്. വി.എസ്. അനുവാണ് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അനു, നിലപാട് വ്യക്തമാക്കിയാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യത്തെ യോഗത്തിൽ തന്നെ. തീർച്ചയായും ബിനിൽ, ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി നേരത്തെ ചുമതല ഏറ്റെടുത്ത രാജീവ് ചന്ദ്രശേഖരന്റെ അദ്ദേഹം പങ്കെടുത്ത ആദ്യ കോർ കമ്മിറ്റി യോഗത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നു. ആരും ഇവിടെ പാർട്ടി പിടിച്ചടക്കാൻ അല്ലെങ്കിൽ പാർട്ടി പിടിക്കാൻ ആരും നടക്കേണ്ട എന്നുള്ള കാര്യം പറയുന്നു. നമ്മുടെ ലക്ഷ്യം അത് ഭരണം പിടിക്കുക എന്നുള്ളതാകണം, അതിനുവേണ്ടിയാണ് പണിയെടുക്കേണ്ടത്, ഗ്രൂപ്പ് കളിക്കാൻ ആരും നിൽക്കേണ്ട എന്നുള്ള ശക്തമായ താക്കീതാണ് ആദ്യ കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖരൻ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖരന്റെ തിരുവനന്തപുരത്തെ പരാജയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അദ്ദേഹം ചാർജ് ഏറ്റെടുത്ത ദിവസം ന്യൂസ് മലയാളവുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം ഇക്കാര്യം വളരെ കൃത്യമായി പറയുന്നു. ഇനി പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അതേ നമ്മളുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം നൽകിയ അതേ കാര്യം ഇന്നത്തെ ബി.ജെ.പി കോർ കമ്മിറ്റിയിലും രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിരിക്കുന്നു. ആരും പാർട്ടി പിടിക്കാൻ വേണ്ടി നടക്കേണ്ട എന്നുള്ള ശക്തമായ താക്കീതാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള വി രാജേഷിനെതിരെ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയിലേക്ക് ബി.ജെ.പി നീങ്ങുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. വി രാജേഷിനോട് രാജീവ് ചന്ദ്രശേഖരനാണ് പോലീസിൽ കേസ് കൊടുക്കണമെന്നും അക്കാര്യത്തിൽ ശക്തമായ ആ കാര്യം കൃത്യമായി പരിശോധിക്കണം, ആരാണ് ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നത് എന്നുള്ള കാര്യം കണ്ടെത്തണം എന്നുള്ള ഒരു നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖരൻ വി രാജേഷിന് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ചേർന്ന സംസ്ഥാന കോർ കമ്മിറ്റിയിൽ തന്റെ നിലപാട് വളരെ അസന്നിഗ്ധമായി രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ബി.ജെ.പിയിൽ ഗ്രൂപ്പ് കളിക്കരുത്, ആര് പാർട്ടി പിടിക്കാൻ വേണ്ടി നടക്കരുത്. നമുക്കറിയാം, ഇപ്പോൾ ബി.ജെ.പിയിൽ 30 ജില്ലാ പ്രസിഡന്റുമാരെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ ഇനി ജില്ലാ കമ്മിറ്റികൾ വരണം, മാത്രമല്ല സംസ്ഥാന കമ്മിറ്റി വരണം, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ വരണം. ഇതിനൊക്കെയായി നടത്തുന്ന ചില ചരടുവലികൾ, ചില ഓപ്പറേഷനുകൾ അത് പാടില്ല, ആര് പാർട്ടി പിടിക്കാൻ വേണ്ടി അങ്ങനെ നടക്കണ്ട എന്നുള്ള താക്കീതാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബി.ജെ.പിയിലെ ഉൾപാർട്ടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. ബിനിൽ.